നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് കേരളം ആഗ്രഹിച്ച IT രംഗത്തെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൻ്റെ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശ്രീ AK ആൻ്റണി മുഖ്യമന്ത്രിയും ശ്രീ PK കുഞ്ഞാലിക്കുട്ടി IT മന്ത്രിയുമായിരുന്ന കാലത്താണ് ദുബായ് ഗവൺമെൻറ്റിൻ്റെ TCOMുമായി കേരള ഗവൺമെൻറ് ചർച്ച ആരംഭിച്ചത്. 2005 ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് MOU സൈൻ ചെയ്തു. കോടതിയിൽ കേസും നിയമപരമായ തടസ്സങ്ങളും ഉണ്ടായതുകൊണ്ട് 2006 ഫെബ്രുവരിയിലെ ഡ്രാഫ്റ്റ് എഗ്രിമെൻ്റ് ആയുള്ളൂ. തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് അന്ന് ആ എഗ്രിമെൻ്റ് ഒപ്പുവെക്കാൻ സാധിച്ചില്ല. ഈ ഗവൺമെൻറ് വന്നതിനെ തുടർന്ന് ഏറ്റവും വേഗം ഈ സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാകണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ആ കാര്യത്തിൽ IT ചാർജ് വഹിക്കുന്ന ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ഞാനും അതിനെക്കുറിച്ച് സംസാരിച്ചു. ശ്രീ യൂസഫ് അലി ഈ കാര്യത്തിൽ ഈ സ്മാർട്ട് സിറ്റി ഇവിടെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ആദ്യം മുതലേ കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ തന്നെ പ്രത്യേക താല്പര്യം എടുത്ത വ്യക്തിയാണ്. അദ്ദേഹം ആ കാര്യത്തിൽ പ്രത്യേക താല്പര്യം ഇപ്പോഴും കാട്ടി. ഇന്ന് TCOMിൻ്റെ പ്രതിനിധികളായിട്ട് ശ്രീ അബ്ദുൽ ലത്തീഫ് അൽ മുല്ല CEO TCOM, അതുപോലെ ശ്രീ ഇസ്മയിൽ നഖി മാനേജിംഗ് ഡയറക്ടർ TCOM ബിസിനസ് പാർക്ക് ഓപ്പറേഷൻസ്, മിസ്റ്റർ ബാജു ജോർജ് MD TCOM, മിസ്റ്റർ അനിരുദ്ധ് ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസർ TCOM, അവരോടൊപ്പം ശ്രീ യൂസഫ് അലി, അവരുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു. UDFൻ്റെ കാലത്തെ എഗ്രിമെൻ്റ് തന്നെയാണ് സംസ്ഥാനത്തിന് പ്രയോജനകരം എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കിന്നുമുള്ളത്. ഞങ്ങൾ ആ കാര്യം TCOM ടീമുമായി സംസാരിച്ചു. അപ്പോൾ ഇനിയും എഗ്രിമെൻറ്റിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണെങ്കിൽ വീണ്ടും കാലതാമസം വരും എന്ന് അവർ ചൂണ്ടിക്കാട്ടി. UDFൻ്റെ കാലത്തെ എഗ്രിമെൻ്റ് മാറ്റി എഴുതാൻ വേണ്ടി നടത്തിയ ശ്രമത്തിനിടയിലാണ് കേരളത്തിന് 5 കൊല്ലം പാഴായത്. ഞങ്ങൾ 5 ദിവസം പോലും അതിൻ്റെ പേരിൽ പാഴാക്കാൻ തയ്യാറില്ല. അതുകൊണ്ട് കാലതാമസം വരും എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഞങ്ങൾ നിലവിലുള്ള വ്യവസ്ഥകളുമായി മുമ്പോട്ട് പോകുന്നതിനുള്ള തീരുമാനം എത്തിച്ചേർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ TCOMന് സംസ്ഥാന ഗവൺമെൻറ്റിനോട് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒന്ന്, SEZ ആയിട്ട് അവർ അംഗീകരിച്ചിട്ടുണ്ട്. SEZ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. പക്ഷേ കഴിഞ്ഞ LDF ഗവൺമെൻറ് അതിനകത്തൊരു മാറ്റം വരുത്തി. കേരളത്തിന് മാത്രമായ ചില കണ്ടീഷൻസ്, അത് TCOMന് ബാധകമല്ലെന്നാണ് ഇവരെ അറിയിച്ചത്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു ഓർഡർ ഇറങ്ങിയിട്ടില്ല. SEZന് വ്യക്തമായ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 8 വ്യവസ്ഥകൾ, ആ 8 വ്യവസ്ഥകൾ അംഗീകരിക്കുന്നവർക്ക് SEZ സ്റ്റാറ്റസ് കൊടുക്കാൻ ശുപാർശ ചെയ്യത്തുള്ളൂ എന്നാണ് ഈ ഗവൺമെൻറ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അത് സ്മാർട്ട് സിറ്റിക്ക് ബാധകമാക്കില്ല എന്ന് അന്നത്തെ IT സെക്രട്ടറി അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് ഉത്തരവായിട്ടില്ല. ഞങ്ങൾ സ്മാർട്ട് സിറ്റിക്ക് മാത്രമല്ല, ആ പോളിസിയോട് നമുക്ക് യോജിപ്പില്ല. SEZ ഇന്ത്യക്ക് മുഴുവനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് കേരളത്തിനും ബാധകമായിരിക്കണം. അതുകൊണ്ട് സ്മാർട്ട് സിറ്റിക്കും ആ പുതിയ കണ്ടീഷൻസ് ബാധകമല്ല, വേറെ ഒന്നിനും ബാധകമല്ല. അതാണ് ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തത്, ഇവർക്ക് കൊടുത്തിട്ടുള്ള സ്ഥലം ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പായിട്ട് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഇറക്കണം. അത് സംബന്ധിച്ച് 10 ദിവസത്തിനകം TCOM ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അപേക്ഷ കൊടുക്കും. 15 ദിവസത്തിനകം നോട്ടിഫിക്കേഷൻ ഇറക്കും. ദെൻ
അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഈ പ്രോജക്റ്റ് വരുമ്പോഴത്തേക്ക് ഇന്നുള്ള സൗകര്യങ്ങളൊന്നും പോരാ, വളരെയേറെ സൗകര്യങ്ങൾ ആവശ്യമായിട്ട് വരും. അതിന് സീപോർട്ട് എയർപോർട്ട് റോഡ് കരിങ്ങാച്ചിറയിൽ നിന്ന് തെക്കോട്ട് നീട്ടി കൊച്ചി മധുര ഹൈവേ തൃപ്പൂണിത്തുറ ബൈപ്പാസിൽ ബന്ധിപ്പിക്കുക അവരുടെ ആവശ്യങ്ങളാണ്. 1. 2. സീപോർട്ട് എയർപോർട്ട് റോഡും കൊച്ചി ബൈപ്പാസും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് തുനിയൂർ വഴി നിർമ്മിക്കുക. പുല്ലേപ്പടി തൊമ്മനം റോഡ് ബൈപ്പാസിലേക്ക് ബന്ധിപ്പിക്കുക. സീപോർട്ട് എയർപോർട്ട് റോഡ് നെടുമ്പാശ്ശേരിയിലേക്ക് നീട്ടുക. വൈറ്റില കണിയാമ്പുഴ റോഡ് ഏരൂർ റെയിൽ ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ച് സീപോർട്ട് റോഡുമായി ബന്ധിപ്പിക്കുക. ഈ 4 റോഡുകളുടെ കാര്യത്തിലുള്ളതാണ്. റോഡുമായിട്ട് ബന്ധപ്പെടുത്തി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇത് 4ഉം തത്വത്തിൽ ഗവൺമെൻറ് അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ നടപടികളുമായി മുമ്പോട്ട് നീങ്ങും. അതിന് ഗവൺമെൻറ് കുറച്ച് സാവകാശമുണ്ട്. ഈ പ്രോജക്റ്റ് തുടങ്ങുന്നതോടുകൂടിയാണ് ഈ ആവശ്യങ്ങളൊക്കെ വേണ്ടി വരിക. അതുകൊണ്ട് എന്നാലും ഞങ്ങൾ സമയബന്ധിതമായിട്ട് ഈ പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട് മുമ്പോട്ട് നീങ്ങും. പിന്നെ മറ്റൊന്ന്, മെട്രോ റെയിൽ തൃപ്പൂണിത്തുറ പേട്ടയിൽ വരെയാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് പേട്ടയിൽ നിന്ന് ഇരുമ്പനം വഴി ഈ സ്മാർട്ട് സിറ്റി ഏരിയയിലേക്ക് നീട്ടുന്ന കാര്യം പരിശോധിക്കും. ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളും ടീകോമിൻ്റെ പ്രതിനിധികളും ഇലക്ട്രിസിറ്റി ഗെയിൽ അവർ ഈ 2 സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും തമ്മിലുള്ള മീറ്റിംഗ് 25 ബാജു ശനിയാഴ്ച അല്ലേ 25-ാം തീയതി 11 മണിക്ക് കൊച്ചി വെച്ച് നടത്താൻ തീരുമാനിച്ചു. ഒക്ടോബർ 31 മുമ്പ് ഹെഡ് ക്വാർട്ടേഴ്സ് ബിൽഡിങ്ങിൻ്റെ തറക്കല്ലിടും. ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഈ തറക്കല്ലിടുന്ന ദിവസം തന്നെ സ്മാർട്ട് സിറ്റി ഫസ്റ്റ് ഫേസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 3.5 ലക്ഷം സ്ക്വയർ ഫീറ്റ്. 2012 ഒക്ടോബർ 31 ഫസ്റ്റ് ഫേസ് പണി പൂർത്തിയാക്കി 1ാം ഘട്ടം പൂർത്തീകരിക്കും.